പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട് ഞാനൊന്ന് പറയട്ടെ. നിന്റെ ജീവിതത്തിന്റെ വഴികള് ഏത് തരത്തിലുള്ളതാണെങ്കിലും ഒന്ന് ഞാൻ ഉറപ്പിക്കാം, നിന്റെ കർത്താവിന് നിന്നെ വേണം. നീ ചെയ്യേണ്ട ഒന്നേ ഉള്ളൂ, നിന്റെ ജീവിത വഴിത്താരയിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് എന്താണോ നീ കൂട്ടിവെച്ചിരിക്കുക, എവിടെയാണോ നിന്റെ മനസ്സ് ഉടക്കി കിടക്കുക, ആ മേഖലകളെ നീ ഫ്രീ ആക്കുക. സക്കവസിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ സക്കവസ് വിളിച്ചു പറയുന്നത്, എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, ആരുടെയെങ്കിലും തുക വഞ്ചിച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായിട്ട് കൊടുക്കുന്നു. എന്താണോ അവനെ തടഞ്ഞു വച്ചിരുന്നത് അത് മുഴുവൻ അവൻ ഇല്ലാതാക്കി. നിനക്ക് ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാവോ? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നിന്നെ എന്താണോ തടയുന്നത് അത് നീ മാറ്റിക്കളയാം. ആ സ്നേഹം അനുഭവിക്കാം, ആ സന്തോഷം നിറഞ്ഞു നിൽക്കാം. അതിന് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നല്ലവനായ കർത്താവേ, ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. നിന്റെ സ്നേഹം അനുഭവിക്കുന്നതിനുള്ള തടസ്സങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടട്ടെ എന്ന്, കുടുംബത്തിൽ നിന്ന് മാറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഏത് അവസ്ഥയിലാണെങ്കിലും കർത്താവെ, നീയാണ് വലുത് എന്ന രീതിയിൽ മറ്റെല്ലാം തള്ളിക്കളഞ്ഞിട്ട് നിന്നെ ആശ്രയിക്കുവാനുള്ള കൃപ നൽകണമേ. അതിന് തടസ്സമായിട്ട് ഏതെങ്കിലും ശക്തിയിൽ ഈ വ്യക്തിയിലോ കുടുംബത്തിലോ ചുറ്റുപാടുകളിലോ ഈ വ്യക്തിയുടെ ചിന്താരീതികളിലോ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിന്റെ നാമത്തെല്ലാം നിർവീര്യമായി തീരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.